സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് UDFിലെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് വാർഡ് 10 വാളോറങ്ങിലെ സ്ഥാനാർത്ഥി കെ ഗീതയും വാർഡ് 9 എറിയാഡിലെ സ്ഥാനാർത്ഥി സഫ്ന ഷെറിയും ബ്ലോക്ക് നടുവത്ത് ഡിവിഷനിൽ നിന്നും ജനവിധി തേടുന്ന അജിത കുതിരാടത്തിലും. തൊട്ടടുത്ത വാർഡുകളിലായതിനാൽ ഗീതയും സഫ്വാനയും ഒരുമിച്ചാണ് വോട്ടർമാരെ കണ്ടത്. ഇവർക്കൊപ്പം അജിതയും ചേർന്നു. മൂന്ന് പേരും പാർട്ടി ചിഹ്നത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അജിത കുതിരാടത്തിൽ ഇത് 4ാം തവണയാണ് ജനവിധി തേടുന്നത്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട്. വോട്ടർമാർ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. ഒട്ടനവധി വികസനങ്ങൾ ഞാൻ പ്രസിഡന്റായ സമയത്ത് ചെയ്തിട്ടുണ്ട്. ഇനിയും ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ന് ചെറുപ്പക്കാർ യുവാക്കൾ ആണ് ഈ ഇലക്ഷനിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത്. അതിന്റെ കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടുകളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഗ്രൗണ്ട് എല്ലാം റോഡുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ ഡിവിഷനിൽ 8 വാർഡിൽ എനിക്ക് എല്ലാ യുവാക്കളുടെയും ആഗ്രഹം ഗ്രൗണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്ന എൻ്റെ ഫണ്ട് ഗ്രൗണ്ടിന്റെ വികസന പ്രവർത്തനങ്ങളായിട്ട് അവർക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഉള്ള രൂപത്തിലേക്ക് ആക്കി മാറ്റാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വാർദ്ധക്യം വന്ന ആളുകൾ ഒട്ടനവധി ഉണ്ട്. നമ്മൾ AC അതുപോലെ വീട് കാറ് ഒക്കെ പറഞ്ഞുകൊണ്ട് അവരെ എഴുതി തള്ളിയ കുറേ പെൻഷനുകളുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കണം. അതിനുവേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും. എറിയാട് വാർഡിൽ നിന്നും മത്സരിക്കുന്ന സഫ്വാന ആദ്യമായാണ് മത്സര രംഗത്തിറങ്ങുന്നത്. ബിസിനസ്സാണ് മേഖലയെങ്കിലും രാഷ്ട്രീയത്തിൽ താല്പര്യം കാണിച്ചിരുന്നു. അവസരം ഒത്തുവന്നപ്പോൾ ഒരു കൈനോക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഇത്തവണ പുതുതായി രൂപീകരിച്ച വാർഡ് 9ലാണ് ഇവർ ജനവിധി തേടുന്നത്. വിജയിച്ചാൽ വാർഡിൽ സ്ത്രീ ശാക്തീകരണവും സഫ്വാന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇതുവരെയുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ 100% നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോട് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഓരോ വീടുകളിലും 3 പ്രാവശ്യമായിട്ട് ഓരോ വീടുകളിലും ഇറങ്ങി കയറി ചെന്നിട്ടുണ്ട്. ആ ഓരോ സമയത്തും ഓരോ വ്യക്തികളുടെ അടുത്ത് നിന്നും കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ്. അതുപോലെ ഈ ഒരു ഇലക്ഷനിൽ ഞാൻ ജയിച്ച് മുന്നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. അതിലെ ഒന്നാണ് സ്ത്രീ ശാക്തീകരണത്തിനുള്ള, അതായത് നമ്മൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് കഴിവുള്ള സ്ത്രീകളുണ്ട്. അപ്പൊ അവരെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക, തൊഴിൽപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ആയിട്ട് കായികപരമായിട്ടും അവരുടെ കലാപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അവരെ ഉയർത്തി കൊണ്ടുവരിക എന്നുള്ള ഒരു ആഗ്രഹം കൂടെ എൻ്റെ മനസ്സിലുണ്ട്. ഒരു പുതിയ മേഖലയിലേക്കുള്ള എൻ്റെ ഒരു പുതിയ ചുവടുവെപ്പാണത്. ബിസിനസ് എന്നൊരു മേഖലയിൽ നിന്ന് രാഷ്ട്രീയം എന്നൊരു മേഖലയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ്. UDF നേതാക്കന്മാർ എന്നോട് ആദ്യം ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ആദ്യം കുറച്ചിങ്ങനെ ആശങ്കപ്പെട്ടെങ്കിലും എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം എന്നുള്ളത്. അപ്പൊ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. ആ സ്വീകരിച്ചത് ഇപ്പോ തെറ്റായി പോയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്നാൽ കഴിയുന്ന അല്ലെങ്കിൽ ഈ നാടിനും ഈ സമൂഹത്തിനും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഇന്നിപ്പോ ഉണ്ട്. നിലവിൽ വാർഡ് 8ലെ ജനപ്രതിനിധിയാണ് കെ ഗീത. ഇത് 2ാം തവണയാണ് മത്സര രംഗത്തിറങ്ങുന്നത്. വിജയപ്രതീക്ഷ തന്നെയാണ് ഗീതയും പങ്കുവച്ചത്. ഞാൻ ഈ വാർഡിന്റെ ആദ്യത്തെ മെമ്പറായിരുന്നു. അതേപോലെ തന്നെ വീണ്ടും ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളെ മെമ്പറായതിനു ശേഷം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട റോഡ് MLA ഫണ്ട് ഉപയോഗിച്ച് 10 ലക്ഷം രൂപ ചെലവഴിച്ച് വാളോറങ്ങൽ അമ്പലപ്പടി റോഡ്, അതേപോലെ നമുക്ക് എറിയാട് പൂന്തിരുത്തി പാലം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുത്തൻപോൽ പൂളക്കുണ്ട് റോഡ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആ വഴിക്ക് പോയ സമയത്താണ് അവിടുത്തെ പ്രദേശവാസികൾ ഞങ്ങളോട് പറഞ്ഞത് ഈ റോഡിൻ്റെ പ്രശ്നം അത് MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയ്ക്കായിട്ടാണ് വീണ്ടും എന്നെ ഈ വാർഡിലേക്ക് മത്സരിക്കാൻ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയും ഞാൻ മത്സരിക്കുന്നത്. കനത്ത ചൂടിലും പരമാവധി ഓട്ടത്തിലാണ് മൂവരും. ന്യൂസ് ബ്യൂറോ, തിരുവാലി. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.